അലക്സിസ് സെന്റ് മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സ് വർഷം 1822 ആക്സിഡൻ്റലി ഒരു ഷോട്ട് ഗൺ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് അദ്ദേഹത്തിൻ്റെ ഇടത്തെ അബ്ഡോമനിൽ ഒരു വിള്ളലുണ്ടായി. ആ വിള്ളലിലൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിലും കാര്യമായിട്ട് ഒരു ഹോള്, ഒരു തൊള, ഒരു വിള്ളൽ അവിടെയും രൂപപ്പെട്ടു. അപ്പോൾ അക്കാലത്ത് ഡോക്ടർമാർ വിധി എഴുതി മണിക്കൂറുകൾക്കുള്ളിൽ ഇദ്ദേഹം മരിച്ചു പോകുമെന്ന്. എന്നാൽ അത്ഭുതകരമാകും വണ്ണം ഇദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല, മരണം സംഭവിച്ചിട്ടില്ല. അക്കാലത്തെ ഒരു ആർമി ഡോക്ടർ വില്യം ബേമോണ്ട്, അദ്ദേഹം ഈ വ്യക്തിയെ ചികിത്സിക്കുകയുണ്ടായി. അങ്ങനെ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആമാശയത്തിൻ്റെ അകവശം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുറിവ് ഹീൽ ചെയ്തെങ്കിലും ഈ വിടവ്, ഈ ഹോള് അങ്ങനെ തന്നെ അവിടെ പെർസിസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. തുടർന്ന് ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയും ഇദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം ഇദ്ദേഹത്തിൻ്റെ ആമാശയത്തിൽ, ഇദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ വന്ന് ഡൈജഷൻ നടക്കുന്നത് നേരിട്ട് കാണുകയും അവിടെ എൻസൈമുകളുടെ പ്രവർത്തനത്തെ നേരിട്ട് മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇതേ ഡോക്ടർ ഭക്ഷണത്തെ ഒരു നൂലിൽ കെട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കുകയും പിന്നീട് ദഹനത്തിന് ശേഷം ഈ ഭക്ഷണത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ആ നൂല് വലിച്ചുകൊണ്ട് ഈ ഭക്ഷണത്തെ പരിശോധിക്കുകയും ചെയ്തു. വളരെ നമ്മളെ ഡൈജഷൻ അഥവാ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്യൂരിയോസിറ്റി നിറഞ്ഞ പല കാര്യങ്ങളും ഇതിലൂടെ ചുരുളടിക്കാൻ സാധിച്ചു. നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം, നമ്മൾ പഠിക്കുന്ന സിലബസിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് സ്റ്റൊമക്ക്. അപ്പോൾ അതിനകത്തുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിനെ കുറിച്ചും അതിലെ എൻസൈമിക് ആക്ഷൻ, എൻസൈമുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ഇതുവഴി സാധിച്ചു. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ സയൻസിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ അന്ന് ഡോക്ടറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി തന്നെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന നമ്മുടെ പാഠപുസ്തകത്തിൽ, നമ്മുടെ ചാപ്റ്ററുകളിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഡൈജഷനുമായി ബന്ധപ്പെട്ട, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കണ്ടെത്തിയതും മനസ്സിലാക്കിയതും അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമായിരുന്നു. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള വളരെ രസകരമായതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് പ്ലസ് നമ്മുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല വിധமான കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാം, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഞങ്ങൾ ഈ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അനവധി മക്കൾ ഇതിനോടകം തന്നെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന മക്കളിൽ ആരെങ്കിലും ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പെടുത്തുക. തീർച്ചയായിട്ടും മികച്ച വിജയം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.